റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമീനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വെളിപ്പെടുത്തി. ഖമീനിയെ വധിക്കാൻ സകല വഴി നോക്കിയെന്നും എന്നാൽ എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാതെ പോയതിനാലാണ് അതിന് സാധിക്കാതെ വന്നതെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ഖമീനി ഇല്ലാതാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള അവസരം ലഭിച്ചില്ല എന്നും ഖമീനി ഈ ഭീഷണി തിരിച്ചറിഞ്ഞെന്നും തുടർന്ന് ഭൂമിക്കടിയിൽ പോയി ഒളിച്ചെന്നും കാറ്റസ് കൂട്ടിച്ചേർത്തു. വെടിനിർത്തലിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാൻ വിജയം കൈവരിച്ചതായി ഖമീനി കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. ഈ വിജയം അമേരിക്കയുടെ മുഖത്തേറ്റ കനത്ത തിരിച്ചടിയാണ് എന്നും അദ്ദേഹം ടെലിവിഷൻ സന്ദേശത്തിൽ പറഞ്ഞു. ആധുനിക കാലത്ത് ഹിറ്റ്ലറാണ് ഖമീനി എന്നും ഖമീനിയെ ഇല്ലാതാക്കുന്ന നേരത്തെ കാറ്റസ് പറഞ്ഞിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഖമീനി ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയതായും സൈന്യത്തിന് അധികാരങ്ങൾ കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വെടിനിർത്തലിന് ശേഷം ഖമീനിയുടെ ആദ്യ പ്രതികരണം എത്തുന്നത്. യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിൽ ഇസ്രായേൽ പൂർണ്ണമായി നശിക്കപ്പെടുമെന്ന് കരുതിയാണ് US ആക്രമണത്തിൽ പങ്കെടുത്തതെന്നും എന്നാൽ യുദ്ധത്തിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നും ഖമീനി പറഞ്ഞു. US മുഖത്ത് കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനായെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. അമേരിക്ക തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ സാരമായ കേടുപാടുകൾ ഉണ്ടായെന്ന് സംബന്ധിച്ച് ഇറാൻ അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്മയിൽ ബാഗയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആവർത്തിച്ചുള്ള ആക്രമണത്തിന് വിധേയമായതിനാലാണ് ഇത് സംഭവിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കുണ്ടായ നാശനഷ്ടത്തിന് അമേരിക്ക നഷ്ടപരിഹാരം നൽകണമെന്നും അല്ലാത്തപക്ഷം UN പരാതി നൽകുമെന്നും ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സയ്യിദ് ഖാദിദ് ബാസിദെ ഒരു ലെബനീസ് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം ഇറാനിലെ ചിലയിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണം പരാജയമായിരുന്നുവെന്ന് US ഇന്റലിജൻസിന്റെ പ്രാഥമിക വിലയിരുത്തലും പുറത്തുവന്നിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ നശിപ്പിക്കുന്നതിൽ അമേരിക്കൻ ആക്രമണം പരാജയപ്പെട്ടെന്നായിരുന്നു ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. അതേസമയം US ഇന്റലിജൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ നിഷേധിച്ച് വൈറ്റ് ഹൌസ് രംഗത്ത് വന്നു. ആരോപിക്കപ്പെട്ട വിലയിരുത്തൽ പൂർണ്ണമായി തെറ്റാണ്. അത് അതീവ രഹസ്യമായി കണക്കാക്കിയിരിക്കുന്ന രേഖയാണ്. പക്ഷേ അത് വിവിധ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടുകയായിരുന്നു. ഇത് ചോർത്തി നൽകിയത് പ്രസിഡന്റ് ട്രംപിനെ താഴ്ത്തിക്കെട്ടാനും ഇറാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കാനുള്ള ദൌത്യത്തിൽ ഏർപ്പെട്ട ധീരമായ യുദ്ധവിമാന പൈലറ്റുമാരെ അപകീർത്തിപ്പെടുത്താനുമുള്ള വ്യക്തമായ ശ്രമമാണ് എന്ന് വൈറ്റ് ഹൌസ് കുറ്റപ്പെടുത്തുന്നു. അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിൽ നിർണായകമായ വിവരങ്ങളടങ്ങിയ ബ്ലാക്ക് ബോക്സിൽ നിന്നും ഡേറ്റ ഡൌൺലോഡ് ചെയ്തു. മുൻവശത്തെ ബ്ലാക്ക് ബോക്സിൽ നിന്നും വിവരങ്ങൾ വീണ്ടെടുക്കുകയും ഡൌൺലോഡ് ചെയ്യുകയും ചെയ്തതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. മെമ്മറി മൊഡ്യൂൾ വിജയകരമായി ലഭ്യമാക്കാനും സാധിച്ചുവെന്നും സർക്കാർ അറിയിച്ചു. 270 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്തുന്നതിന് നിർണായകമാണിത്. അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ജൂൺ 13 സംഭവസ്ഥലത്ത് നിന്നും കണ്ടെടുത്തിരുന്നു. വിമാനം തകർന്നു വീണ കോളേജ് ഹോസ്റ്റലിന്റെ മേൽക്കൂരയിൽ നിന്നാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തത്. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ ലജ്ജിക്കുന്ന കാലം വരുമെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ വീണ്ടും ഭാഷാ വിഷയത്തിൽ അഭിപ്രായവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദി എല്ലാ ഇന്ത്യൻ ഭാഷകളുമായി സൗഹൃദത്തിലാണ് എന്നും രാജ്യത്ത് ഒരു വിദേശ ഭാഷയ്ക്ക് നേരെയും എതിർപ്പുണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സംസ്ഥാന സർക്കാരുകളും മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പ്രാദേശിക ഭാഷയിൽ നൽകുന്നതിന് മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഔദ്യോഗിക ഭാഷാ വകുപ്പ് സുവർണ്ണ ജൂബിലി ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ ഇന്ത്യൻ ഭാഷകൾ ഉപയോഗിക്കുന്നതിന് പകരം കേന്ദ്രം സംസ്ഥാന സർക്കാരുകളെ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടിമത്ത മനോഭാവത്തിൽ നിന്ന് എല്ലാവരും മുക്തി നേടണം. സ്വന്തം ഭാഷയിൽ സംസാരിക്കാനും ചിന്തിക്കാനുമുള്ള പ്രേരണ ഉണ്ടാകണം. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭാഷ ആശയവിനിമയത്തിനുള്ള മാധ്യമം മാത്രമല്ല, അതൊരു രാഷ്ട്രത്തിന്റെ ആത്മാവ് കൂടിയാണ്. ഇന്ത്യൻ ഭാഷകളെ സജീവമായി നിലനിർത്തുകയും അവയെ സമ്പന്നമാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് എന്നും അമിത്ഷാ കൂട്ടിച്ചേർക്കുന്നു. ഡോക്ടർ ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവുമായിട്ടുള്ള അകൽച്ച തുടരുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും പരോക്ഷ മറുപടിയുമായി ശശി തരൂർ MP രംഗത്ത് വന്നു. ആകാശമാരുടെയും സ്വന്തമല്ലെന്നും പറക്കാൻ അനുമതി ചോദിക്കേണ്ടതില്ല എന്നും അർത്ഥം വരുന്ന ട്വീറ്റ് പങ്കുവച്ചാണ് തരൂർ കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടി നൽകിയത്. ചില ആളുകൾക്ക് മോദിയാണ് പ്രധാനമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വിമർശിച്ചിരുന്നു. പാർട്ടി ലൈൻ മറികടക്കുന്നുണ്ടോ എന്ന് ഓരോ നേതാവും ആത്മപരിശോധന നടത്തണമെന്നും പറയുന്ന കാര്യങ്ങൾ അവനവനും ബോധ്യമുണ്ടാകണമെന്നും KC വേണുഗോപാലൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് ഒരു പക്ഷി മരക്കൊമ്പിലിരിക്കുന്ന ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പറക്കാൻ അനുമതി ചോദിക്കേണ്ട ആവശ്യമില്ല, ചിറകുകൾ നിങ്ങളുടേതാണ്, ആകാശം ആരുടെയും സ്വന്തമല്ല എന്ന ട്വീറ്റ് തരൂർ പങ്കുവച്ചത്. കോൺഗ്രസ് നേതൃത്വവും തരൂരുമായുള്ള അഭിപ്രായ വ്യത്യാസം പുകയുന്നതിനിടെ കഴിഞ്ഞ ദിവസം ദി ഹിന്ദു പത്രത്തിലെഴുതിയ ലേഖനത്തിൽ മോദിയെ തരൂർ പ്രശംസിച്ചിരുന്നു. മോദിയുടെ ഊർജ്ജവും കാര്യപ്രാപ്തിയും ഇടപെടാനുള്ള സന്നദ്ധതയും ആഗോള വേദികളിൽ ഇന്ത്യയുടെ സ്വത്താണെന്നായിരുന്നു ദി ഹിന്ദുവിലെ ലേഖനത്തിൽ തരൂർ പറഞ്ഞത്. ഇതിന് പിന്നാലെ ഈ ലേഖനം പ്രധാനമന്ത്രി ഓഫീസിന്റെ ഔദ്യോഗിക X അക്കൗണ്ട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ലഹരി വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്ന വ്യക്തികളുടെ സ്വകാര്യത പൂർണ്ണമായും ഉറപ്പുവരുത്തുമെന്നും ഏതെങ്കിലും തരത്തിൽ അത്തരം സ്വകാര്യതകൾ ലംഘിച്ചാൽ ആ ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നോ ടു ഡ്രഗ്സ് 5ാം ഘട്ടത്തിന് തുടക്കവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ലഹരിമുക്ത കേരളം എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് നോ ടു ഡ്രഗ്സ് ആരംഭിച്ചത്. സ്കൂൾ തലം മുതൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് നടപ്പാക്കി വരുന്നത്. വിവിധ ഘട്ടങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കി. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ വലിയ രീതിയിൽ ബോധവൽക്കരിക്കാനും സഹായിച്ചിട്ടുണ്ട്.
2026 ജനുവരി 30 വരെ നീണ്ടു നിൽക്കുന്നതാണ് 5ാം ഘട്ടം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി കേരളത്തിലേക്ക് കടത്തുന്നത് തടയാനായി അതിർത്തികളിലും എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, കൊറിയർ സർവീസുകൾ, ടൂറിസ്റ്റ് വാഹനങ്ങൾ എന്നിവകളിലും പരിശോധന കർശനമാക്കിയിരുന്നു. ഇത്തരം പരിശോധനകൾക്ക് പൊതുജനങ്ങളുടെ സഹായവും ആവശ്യമാണ്. സർക്കാർ സംവിധാനങ്ങൾ വഴി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധമറിയിച്ച് സർക്കാർ ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് അയച്ച കത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു. രാജ്ഭവന്റെ ഔദ്യോഗിക ചടങ്ങിൽ ദേശീയ പതാക ഉപയോഗിക്കണമെന്നാണ് സർക്കാർ അയച്ച കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ദേശീയ പതാകയോ ദേശീയ ചിഹ്നമോ അല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കണം. ഗവർണർ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. 1947 ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചയെ ഉദ്ധരിച്ചാണ് കത്തിൽ സർക്കാരിന്റെ വിശദീകരണം. പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നിർബന്ധമാക്കിയ ഗവർണർ നടപടിയിൽ പ്രതിഷേധിച്ച് മന്ത്രി പരിപാടി ബഹിഷ്കരിച്ചിരുന്നു. വാർത്തയെ കായിക വിശേഷങ്ങൾ. പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ 2 വർഷം കൂടി സൗദി അറേബ്യൻ ക്ലബ് അൽ നസറിൽ തുടരും. കഴിഞ്ഞ ദിവസമാണ് കരാർ പുതുക്കിയ വിവരം ക്ലബ്ബ് ഔദ്യോഗികമായി അറിയിച്ചത്. കരാർ പ്രകാരം 1 വർഷം റൊണാൾഡോയ്ക്ക് 178 മില്യൺ പൗണ്ട് ലഭിക്കുമെന്നാണ് ദി സൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ക്ലബ്ബിൽ 15% ഓഹരിയും താരത്തിനുണ്ട്. ക്ലബ് സൗദി പ്രോ ലീഗ് കിരീടം നേടിയാൽ 8 മില്യൺ പൗണ്ടും ലീഗിൽ ഗോൾഡൻ ബൂട്ട് നേടിയാൽ 4 മില്യൺ പൗണ്ടും ബോണസായി ക്രിസ്ത്യാനോയ്ക്ക് ലഭിക്കും. 5 വട്ടം ബാലൻഡിയർ പുരസ്കാര ജേതാവായ ക്രിസ്ത്യാനോ മാൻ യുണൈറ്റഡിൽ 2022 സൗദി ക്ലബ്ബിലെത്തുന്നത്. അതേസമയം ക്രിസ്ത്യാനോ സൗദിയിൽ തുടരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ക്ലബ്ബ് വിടുകയാണെന്ന സൂചനയാണ് താരം നൽകിയിരുന്നത്. എന്നാൽ കരാർ പുതുക്കിയതിലൂടെ എല്ലാ സംശയങ്ങളും അസ്ഥാനത്തായി. ഈ ലോകോത്തര താരം അൽ നസീറിനായി വീണ്ടും കൂട്ടണിയും. ഇംഗ്ലണ്ടിനെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് പരാജയപ്പെട്ടതോടെ നാണക്കേടിൻ റെക്കോർഡിലേക്കാണ് ഇന്ത്യ വീണത്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 148 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മത്സരത്തിൽ 5 സെഞ്ചുറികൾ നേടിയ ടീം മത്സരത്തിൽ പരാജയപ്പെട്ടു. ഇന്ത്യക്ക് ആദ്യ ഇന്നിംഗ്സിൽ ജസ്വാളും ഗില്ലും പന്തും സെഞ്ചുറി നേടിയപ്പോൾ 2ാം ഇന്നിംഗ്സിൽ KL രാഹുലും ഋഷഭ് പന്തുമാണ് സെഞ്ചുറി നേടിയത്. പക്ഷേ മത്സരഫലത്തിൽ 5 വിക്കറ്റിന് ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. 2ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന് വേണ്ടി 149 റൺസ് എടുത്ത ബെൻ ഡക്കറ്റിന്റെ പ്രകടനമാണ് ഇംഗ്ലണ്ടിന് തുണയായത്. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് ഐനാടൻ.